പ്രിയപ്പെട്ടവരെ, മലയാളത്തിൽ നാം ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ. നമുക്ക് ഏറെ പരിചിതമായ ചിഹ്നങ്ങളാണ് പറയുന്നതെങ്കിലും പലപ്പോഴും അതിന് നാം ഉപയോഗിക്കുന്ന പേരുകളിൽ വ്യത്യാസം കാണും. യഥാർത്ഥത്തിൽ ഓരോ ചിഹ്നത്തിനുമുള്ള പേരെന്താണ്? അതാണിവിടെ പരിചയപ്പെടുത്തുന്നത്. എന്താണ് ചിഹ്നനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാക്യങ്ങളിലെ ആശയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി പ്രയോഗിക്കുന്ന അടയാളങ്ങളാണ് ചിഹ്നങ്ങൾ. ഇംഗ്ലീഷ് ഭാഷയുമായുള്ള സംസർഗത്തോടെയാണ് മലയാളത്തിൽ വ്യവസ്ഥാപിതമായ ഒരു ചിഹ്ന സമ്പ്രദായം നിലവിൽ വന്നത്. ശരിയായ രീതിയിലുള്ള ചിഹ്നം ചേർക്കലിനെയാണ് ചിഹ്നനം അഥവാ പങ്ക്ച്വേഷൻ എന്ന് പറയുന്നത്. ചിഹ്നങ്ങൾ പല വിധങ്ങളുണ്ട്. അവ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, പൂർണ്ണവിരാമം അഥവാ ബിന്ദു എന്ന പേരിൽ അറിയപ്പെടും. ഫുൾ സ്റ്റോപ്പ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാറുള്ളത്. വാക്യാവസാനത്തിലും ചില പദങ്ങൾ ചുരുക്കി എഴുതുമ്പോഴുമാണ് പൂർണ്ണവിരാമം ഇടുന്നത്. ഉദാഹരണം, ഇന്ന് തിങ്കളാഴ്ചയാണ്. സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു. MT. ശ്രീ രാഘവൻ വയനാട്. ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ MT എന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ M എന്ന് കഴിഞ്ഞിട്ട് നമ്മൾ പൂർണ്ണവിരാമമാണ് ഉപയോഗിക്കുന്നത്. അഥവാ അദ്ദേഹത്തിൻ്റെ ആ ഇനീഷ്യലിൻ്റെ ചുരുക്കരൂപം. അപ്പോൾ ഇങ്ങനെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുണ്ടെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല എന്നതാണ് വാസ്തവം. ഇനി അല്പവിരാമം അഥവാ അങ്കുശം, കോമ എന്നാണ് ഇംഗ്ലീഷിൽ പറയാറുള്ളത്. നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുള്ളതും കോമ എന്ന് തന്നെയാണ്. സത്യത്തിൽ അല്പവിരാമം അഥവാ അങ്കുശം എന്നാണ് ഇതിൻ്റെ പേര്. PSC പരീക്ഷകളിലൊക്കെ ചിലപ്പോഴേ അങ്കുശം ഇടുക എന്നൊക്കെ ആയിരിക്കാം ചോദിക്കുക. അപ്പോൾ നമുക്ക് അങ്കുശം എന്താണ് എന്ന് പെട്ടെന്ന് ചിലപ്പോൾ പിടികിട്ടി എന്ന് വരില്ല. അല്പമായ നിർത്തലാണ് അല്പവിരാമം. ഇതിൻ്റെ ചിഹ്നത്തെയാണ് അങ്കുശം എന്ന് വിളിക്കുന്നത്. സംബോധനയിലും അങ്കവാക്യത്തിനൊടുവിലും സമാനാധികരണങ്ങളോ സമപ്രാധാന്യമുള്ളവയോ ആയി വരുന്ന പദസമൂഹങ്ങളെ വേർതിരിക്കുന്നതിനും അല്പവിരാമം ഉപയോഗിക്കുന്നു. സംബോധനക്കുള്ള ഉദാഹരണമായിട്ട് ജയേ പെട്ടെന്ന് വന്നേ, അമ്മേ ചോറ് തരൂ എന്നൊക്കെ ഉപയോഗിക്കും. ഇനി അങ്കവാക്യം, അയാൾ വന്നാൽ നീ പറയണം. നീ പോയാൽ ഞാൻ പറയാം. ഇവിടെ അയാൾ വന്നാൽ എന്ന് കഴിഞ്ഞിട്ട് ചേർക്കുന്നത് അങ്കുശമാണ് അഥവാ അല്പവിരാമമാണ്. എന്നിട്ടാണ് നീ പറയണം എന്ന് പറയുന്നുള്ളൂ. ഇനി പദങ്ങളെ വേർതിരിക്കുമ്പോഴും ഇങ്ങനെയുള്ള അങ്കുശം ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണമായി പെരിയാർ, ഭാരതപ്പുഴ എന്നിവ കേരളത്തിലെ പ്രധാന നദികളാണ്. ഇതിൽ പെരിയാർ എന്ന് കഴിഞ്ഞിട്ട് അങ്കുശം അഥവാ കോമ ഉപയോഗിക്കുന്നു. എന്നിട്ടാണ് ഭാരതപ്പുഴ എന്ന് പറയുന്നുള്ളൂ. അല്ലെങ്കിൽ തമിഴ്നാട്, കർണാടകം തുടങ്ങിയവയാണ് കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങൾ. ഇതിൽ തമിഴ്നാടിനെയും കർണാടകത്തെയും വേർതിരിക്കുന്നത് അവിടെ ഒരു കോമ എന്ന അഥവാ അങ്കുശത്തിലൂടെയാണ്. ഇവ കൂടാതെ മറ്റു ചില സന്ദർഭങ്ങളിലും അല്പവിരാമം ഉപയോഗിക്കാറുണ്ട്. ചേർത്തു പറയാൻ തക്ക ബന്ധമില്ലാത്ത പദങ്ങളുടെ നടുവിൽ അല്പവിരാമം ചേർക്കുന്നു. ഉദാഹരണം, എനിക്ക് ഇഷ്ടമാണെങ്കിൽ. രചനാ സൗഷ്ഠവത്തിനും വിട്ടുകളഞ്ഞ പദങ്ങളെ സൂചിപ്പിക്കാനും അല്പവിരാമം ചേർക്കാറുണ്ട്.
ഉദാഹരണം: ശാസ്ത്രം പ്രകൃതിയെ അപഗ്രഥിക്കുന്നു, കല ഉദ്ഗ്രഥിക്കുന്നു. ഇതിൽ ശാസ്ത്രം പ്രകൃതിയെ അപഗ്രഥിക്കുന്നു എന്ന് കഴിഞ്ഞിട്ട് അങ്കുശം ചേർക്കുന്നു, എന്നിട്ട് മാത്രമേ കല ഉദ്ഗ്രഥിക്കുന്നു എന്ന് എഴുതുന്നുള്ളൂ. അതേപോലെ സമുദ്രത്തിൽ നിന്ന് ഭൂകമ്പത്താലോ മറ്റോ ഉയർന്നു വന്ന ദേശമാണ് കേരളം. ഇവിടെ സമുദ്രത്തിൽ നിന്ന് എന്ന് കഴിഞ്ഞ് അങ്കുശം, ഭൂകമ്പത്താലോ മറ്റോ എന്ന് കഴിഞ്ഞിട്ടും അങ്കുശം ഉപയോഗിക്കുന്നുണ്ട്. ഒരേ ജാതിയിൽപ്പെട്ട രണ്ടോ അതിലധികമോ പദങ്ങളുണ്ടെങ്കിൽ അവയെ വേർതിരിക്കാൻ അല്പവിരാമം ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണമായിട്ട് മഹാന്മാരെ അങ്കുശം ഉപയോഗിക്കുന്നു, മഹതികളെ നിങ്ങൾക്കേവർക്കും നമസ്കാരം. അല്ലെങ്കിൽ സജീവന്മാരെ, സേനാനായകരെ, പൗരന്മാരെ ഞാനിനി എന്താണ് ചെയ്യേണ്ടത്. വാക്യാരംഭത്തിൽ തന്നെ പ്രയോഗിക്കുന്ന ക്രിയാവിശേഷങ്ങൾക്ക് ശേഷവും അല്പവിരാമം ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണം: വളരെ കാലം മുമ്പ് ഒരു സംഭവം നടന്നു. ഇവിടെ വളരെ കാലം മുമ്പ് എന്ന് കഴിഞ്ഞിട്ട് അങ്കുശം ഉപയോഗിച്ചതിന് ശേഷമാണ് ഒരു സംഭവം നടന്നു എന്ന് പറയുന്നുള്ളൂ. മറ്റൊരു ഉദാഹരണം: പുരാതന കാലത്ത് ഇന്ത്യയിൽ ഗുരുകുല വിദ്യാഭ്യാസമാണ് നടന്നിരുന്നത്. ഇവിടെ പുരാതന കാലത്ത് എന്ന് കഴിഞ്ഞിട്ട് അങ്കുശം ഉപയോഗിച്ചതിന് ശേഷമാണ് ഇന്ത്യയിൽ ഗുരുകുല വിദ്യാഭ്യാസമാണ് നടന്നിരുന്നത് എന്ന് പറയുന്നത്. ഇനി മൂന്നാമതായി നമ്മൾ പരിചയപ്പെടുന്നത് അർദ്ധവിരാമത്തെയാണ്. രോദിനി എന്നാണ് മറ്റൊരു പേര്. നമുക്ക് പരിചിതമായ പേര് ചിലപ്പോൾ ഇനി പറയുന്ന ഇംഗ്ലീഷ് വാക്കായിരിക്കും സെമിക്കോളൻ. സെമിക്കോളൻ എന്നാണ് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുള്ളത്. വാക്യത്തിന് വ്യാകരണപരമായി പൂർണ്ണത വന്നെങ്കിലും ആശയം തുടർന്നു വരുന്ന ഭാഗം കൊണ്ട് മാത്രമേ പൂർണ്ണമാകുന്നുവെന്ന് കരുതുക. അത്തരം സന്ദർഭങ്ങളിൽ രണ്ട് ഭാഗങ്ങൾക്കുമിടയിൽ ചേർക്കുന്ന ചിഹ്നമാണ് രോദിനി. രോദിനിയെയാണ് അർദ്ധവിരാമമെന്ന് പറയുന്നത്. ഉദാഹരണം: രാമനെ പിടിച്ചു നിർത്തണം, ലക്ഷ്മണൻ്റെ കാര്യമാണ് കഷ്ടം. അവിടെ പിടിച്ചു നിർത്തണം എന്ന് കഴിഞ്ഞിട്ട് അർദ്ധവിരാമം ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ രവി ഒരു അധ്യാപകൻ മാത്രമല്ല, കവി കൂടിയാണ്. ഇവിടെ രവി ഒരു അധ്യാപകൻ മാത്രമല്ല എന്ന് കഴിഞ്ഞിട്ട് രോദിനി ഉപയോഗിക്കുന്നു. സിന്ധു നദി ജലം നൽകുന്നു, എന്നിട്ട് രോദിനിക്ക് ശേഷം മഹത്തായ ഒരു സംസ്കാരവും. ഇങ്ങനെ ഇത്തരത്തിലാണ് അർദ്ധവിരാമം ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാകും. ഇനി ചോദ്യചിഹ്നം, നാലാമത് നമ്മൾ പരിചയപ്പെടുന്ന ചോദ്യചിഹ്നത്തെയാണ്. അനുയോഗ ചിഹ്നം എന്നും കാകു എന്നും അറിയപ്പെടാറുണ്ട്. ക്വസ്റ്റ്യൻ മാർക്ക് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുള്ളത്. കാകു എന്നും അനുയോഗ ചിഹ്നം എന്നും ഉപയോഗിക്കുന്ന ചോദ്യചിഹ്നം പലപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നു. ചോദ്യരൂപങ്ങളായ വാക്യങ്ങളുടെ അവസാനത്തിലാണ് ഈ ചിഹ്നം ഇടുന്നത്. ഉദാഹരണം: എവിടെയാണ് വീട്? നീ എന്നാണ് വന്നത്? പാഠം എപ്പോൾ തീരും? ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അതിനവസാനം ചോദ്യചിഹ്നം ഉപയോഗിക്കുന്നു. ചോദ്യരൂപങ്ങളായ വാക്യത്തിനൊടുവിലാണല്ലോ ചോദ്യചിഹ്നം ഇടുന്നത്. എന്നാൽ ഔപചാരികങ്ങളായ ചോദ്യരൂപ വാക്യത്തിന് ശേഷം ചോദ്യചിഹ്നം വേണമെന്നില്ല. അവിടെ പൂർണ്ണവിരാമം മതി. ഉദാഹരണമായിട്ട് അക്കാര്യം ഒന്ന് അറിയിക്കാമോ? നമുക്ക് ചിലപ്പോൾ ചോദ്യചിഹ്നം വേണം എന്ന് തോന്നാം. സത്യത്തിൽ അവിടെ പൂർണ്ണവിരാമം മതി. അതൊരു ഔപചാരികമായ ചോദ്യരൂപ വാക്യമാണ്. നിൻ്റെ കത്ത് കിട്ടിയില്ലല്ലോ എന്ന് കഴിഞ്ഞതിന് ശേഷവും ചോദ്യചിഹ്നം വേണമെന്നില്ല. അവിടെയും പൂർണ്ണ
അഥവാ പിന്നെ അവിടെയും പൂർണ്ണവിരാമമാണ് വേണ്ടത്. വാക്കിനോ വാക്യത്തിനോ ശേഷം വലയത്തിനുള്ളിലാണ് ചോദ്യചിഹ്നം ഇടുന്നതെങ്കിൽ അത് സന്ദേഹത്തെയാണ് സൂചിപ്പിക്കുന്നത്, സംശയത്തെയാണ്, കൃത്യമായിട്ട് ഉറപ്പില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കാളിദാസൻ BC 1-ാം ശതകത്തിൽ ജീവിച്ചിരുന്നു. ഇവിടെ ഈ 1-ാം ശതകത്തിൽ എന്ന് ഉറപ്പില്ലാത്ത കാര്യമായതുകൊണ്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ വേണമെങ്കിൽ ചോദ്യചിഹ്നം ഇടാം. നമ്മൾ ചിലപ്പോൾ പത്രങ്ങളിലൊക്കെ നിങ്ങൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ചോദ്യചിഹ്ന രൂപത്തിൽ ഉള്ള കാര്യങ്ങൾ, സംശയ രൂപത്തിൽ, ചോദ്യരൂപത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ കാണാൻ കഴിയാറുണ്ടല്ലോ. മറ്റൊരു ഉദാഹരണം, അവൻ്റെ വരവ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അവിടെയും ഉറപ്പില്ലാത്ത കാര്യമായിരുന്നു, അതുകൊണ്ടാണ് ബ്രാക്കറ്റിൽ ചോദ്യചിഹ്നം ഇടുന്നത്. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് അടുത്തത് വിക്ഷേപിണി എന്നാണ്. വിക്ഷേപിണി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ പരിചയം തോന്നാറില്ല. ഇംഗ്ലീഷിൽ എക്സ്ക്ലമേഷൻ മാർക്ക് എന്നാണ് ഇതിന് ഉപയോഗിക്കാറുള്ളത്. വിസ്മയം, വിഷമം, ആഹ്ലാദം തുടങ്ങിയ ഭാവങ്ങളെ സൂചിപ്പിക്കാനാണ് ഈ വിക്ഷേപിണി ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇന്ധനക്ഷാമം അതികഠിനം തന്നെ എന്ന് പറയുന്ന എന്ന് കഴിയുമ്പോൾ നമുക്ക് പരിചയമുള്ള വീണപൂവിലെ 1-ാമത്തെ വരി തന്നെ പുഷ്പമേ എന്ന് പറയുന്നുണ്ടല്ലോ. എന്ന് കഴിഞ്ഞിട്ട് ഈ വിക്ഷേപിണിയാണ് ഉള്ളത് അല്ലേ? അതേപോലെ ക്രൂര, നിനക്ക് കിട്ടേണ്ടത് കിട്ടി എന്ന് പറയുമ്പോൾ ക്രൂര എന്ന് കഴിഞ്ഞിട്ട് വിക്ഷേപിണി ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഭാരതം വെൽഗ എന്നൊക്കെ പറയുമ്പോൾ വെൽഗ എന്ന് കഴിഞ്ഞിട്ട് വിക്ഷേപിണി ഉപയോഗിക്കുന്നു. അപ്പോൾ വിക്ഷേപിണി നമുക്ക് സാധാരണ രീതിയിൽ എളുപ്പത്തിൽ മനസ്സിലാകുന്ന കാര്യം തന്നെയാണ്. ഇനി ഉദ്ധരണിയാണ്, അഥവാ കൊട്ടേഷൻ മാർക്ക്. മറ്റൊരാൾ പറഞ്ഞ വാക്യം അതേപടി ഉദ്ധരിക്കുമ്പോൾ ഉദ്ധരണി ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന്, അവൾ പറഞ്ഞു, ഇനി ഞാൻ അങ്ങോട്ട് പോവില്ല. അവിടെ നമ്മൾ കൊട്ടേഷൻ മാർക്കാണ് ഉപയോഗിക്കാറുള്ളത്, അഥവാ ഉദ്ധരണിയാണ് ഉപയോഗിക്കാറുള്ളത്. ഇനി മഹാത്മാരുടെ വാക്കുകളൊക്കെ ചേർക്കുമ്പോഴും ഇതേ രീതിയിൽ കൊട്ടേഷൻ ഉപയോഗിക്കും. ഒരു ഉദ്ധരണിക്കകത്ത് മറ്റൊരു ഉദ്ധരണി ചിലപ്പോൾ വേണ്ടി വരും. ഇതിന് ഏകോദ്ധരണി അഥവാ സിംഗിൾ ഇൻവേർട്ടഡ് കോമ ഉപയോഗിക്കുന്നത് കാണാം. ഉദാഹരണത്തിന്, അധ്യാപകൻ പറഞ്ഞു, നാം ഗാന്ധിജിയുടെ നാട്ടുകാരാണല്ലോ, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ആദർശം ജീവിതത്തിൽ പകർത്തിയ വ്യക്തിയാണ് ഗാന്ധിജി. ഇവിടെ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നത് മാത്രം സിംഗിൾ ഇൻവേർട്ടഡ് കൊമയിൽ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഗാന്ധിജിയുടെ വാക്കുകൾ എന്നുള്ള രീതിയിൽ അധ്യാപകൻ പറയുന്നത് മൊത്തം ഉദ്ധരണിയിൽ ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില പദങ്ങൾ എഴുതുമ്പോൾ അവയ്ക്കും ഏകോദ്ധരണി ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ വീണപൂവ് എന്ന കവിതയിലെ ചില വരികളാണ് ഇവിടെ പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ വീണപൂവ് എന്നത് ഏകോദ്ധരണി ഉപയോഗിച്ചാണ് എഴുതാറുള്ളത്. ഇന്ത്യയിലെ പൂന്തോട്ട നഗരമാണ് ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ പൂന്തോട്ട നഗരമാണ് എന്നത് ഏകോദ്ധരണിയിലാണ് എഴുതാറുള്ളത്. മറ്റൊരു ഉദാഹരണം, സ്വാതി തിരുനാൾ മഹാരാജാവ് ഗർഭശ്രീമാൻ എന്ന പേരിലും പ്രശസ്തനാണ്. ഇവിടെ ഗർഭശ്രീമാൻ എന്നുള്ളത് ഏകോദ്ധരണിയിൽ എഴുതുകയാണ് ചെയ്യുന്നത്. ഇനി ഭിത്തിക എന്ന് പറയുമ്പോൾ കോളൻ. സമപ്രാധാന്യമുള്ള രണ്ട് വാക്യങ്ങളുടെ നടുവിൽ ഭിത്തിക ചേർക്കണം. ഉദാഹരണം, ഒന്നേ എനിക്ക് പറയാനുള്ളൂ, അത് നിനക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇപ്പോൾ ചെയ്യുക എന്നതാണ്. അവിടെ ഒന്നേ എനിക്ക് പറയാനുള്ളൂ എന്ന് കഴിഞ്ഞിട്ട് ഭിത്തിക്കയാണ് ഉപയോഗിക്കുന്നത്. ഇനി മറ്റൊരു ഉദാഹരണം, അമേരിക്കയിൽ ലിങ്കൺ, ഇവിടെ ഗാന്ധിജി. ഇവിടെ അമേരിക്കയിൽ ലിങ്കൺ
എന്ന് കഴിഞ്ഞിട്ട് ഭിത്തിക ഉപയോഗിച്ചതിന് ശേഷമാണ് ഇവിടെ ഗാന്ധിജി എന്ന് പറയുന്നത്. ഉത്തരവാക്യം പൂർവവാക്യത്തിൻ്റെ വിശദീകരണമാകുമ്പോഴും ഭിത്തിക ഉപയോഗിക്കുന്നു. ഉദാഹരണം, ഇതിഹാസങ്ങൾ രണ്ടാണ്, രാമായണവും ഭാരതവും. ഇവിടെ ഇതിഹാസങ്ങൾ രണ്ടാണ് എന്ന് കഴിഞ്ഞ ഉടനെ ഭിത്തികയാണ് ഉപയോഗിക്കുന്നത്. ഇനി അതേപോലെ തന്നെ മറ്റൊരു ഉദാഹരണം, പുണ്യനദികൾ രണ്ടാണ്, ഭിത്തിക ഉപയോഗിച്ചതിന് ശേഷമാണ് യമുനയും ഗംഗയും എന്ന് പറയുന്നത്. അതേപോലെ അന്യഭാഷണം അവതരിപ്പിക്കുമ്പോൾ അതിനു മുമ്പായി ഭിത്തിക ചേർക്കണം. ഉദാഹരണം, അച്ഛൻ പറഞ്ഞു, എല്ലാവർക്കും ഞാൻ മിഠായി കൊണ്ടുവരാം. ഇവിടെ അച്ഛൻ പറഞ്ഞു എന്ന് കഴിഞ്ഞിട്ട് ഭിത്തിക ചേർത്തതിന് ശേഷമാണ് സിംഗിൾ ഇൻവേർട്ടഡ് കോമയിൽ അഥവാ ഏകോധരണിയിൽ എല്ലാവർക്കും ഞാൻ മിഠായി കൊണ്ടുവരാം എന്ന് എഴുതുന്നത്. മറ്റൊന്ന്, ഗാന്ധിജി പറഞ്ഞു, വിദ്യാഭ്യാസം സ്വയം പര്യാപ്തമാകണം. അവിടെയും ഭിത്തിക ഉപയോഗിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. സംഭാഷണത്തിൽ പാത്രനാമത്തിന് ശേഷവും ലക്ഷ്യം, ലക്ഷണം മുതലായവ കാണിക്കുന്നിടത്തും ആ സംജ്ഞകൾക്ക് ശേഷവും ഭിത്തികയ്ക്ക് പിന്നിൽ ഒരു രേഖ കൂടി ചേർക്കണം. ഉദാഹരണം, രാജാവ് എന്ന് കഴിഞ്ഞിട്ട് ഭിത്തിക, അതിനുശേഷം ഒരു രേഖ, എന്നിട്ടാണ് സംഭാഷണം പറയുന്നത്. മറിച്ചു കരുതണ്ട, എൻ്റെ സമ്മാനമാണിത്. അപ്പോൾ ഈ ഒരു സംഭാഷണം പറയുന്നതിന് മുന്നേ രാജാവ് എന്ന് കഴിഞ്ഞ് നമ്മൾ പലപ്പോഴും പാഠപുസ്തകങ്ങളിലും മറ്റുമൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. പക്ഷെ നമ്മളത് ഈ ചിഹ്നം ഇങ്ങനെയാണ് എന്നൊന്നും ചിന്തിക്കാറില്ല. സ്വാഭാവികമായിട്ട് അത് ഉപയോഗിക്കാറാണ് ചെയ്യാറുള്ളത്. ഇനി വലയം എന്നുള്ളത് എന്താണെന്ന് നോക്കാം. വലയം അഥവാ ബ്രാക്കറ്റ് ഒരു വാക്യത്തെയോ വാചകത്തെയോ പദത്തെയോ മറ്റൊന്നിൻ്റെ മധ്യേ അതിനോട് വ്യാകരണ സമ്മതമായ ബന്ധം കൂടാതെ ചേർക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് വലയം. ഉദാഹരണം, വീണപൂവാണ് ആശാൻ്റെ മികച്ച രചന. അതിനിടയിൽ വലയത്തിൽ ചേർത്തിട്ടുണ്ട്, ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൃതി. അത് പറയുമ്പോൾ വീണപൂവാണ് ഈ വലയത്തിൽ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൃതി എന്ന് പറഞ്ഞിട്ട് വലയം ക്ലോസ് ചെയ്യുകയാണ്. എന്നിട്ടാണ് ആശാൻ്റെ മികച്ച രചന എന്ന് സൂചിപ്പിക്കുന്നത്. ഇനി മദനൻ വലയത്തിൽ ലീലയിലെ നായകൻ, ഒടുവിൽ നാടുവിട്ടു. അപ്പോൾ അതിലെ ലീലയിലെ നായകൻ എന്ന് പറയുമ്പോൾ അതിൽ വലയം ഉപയോഗിച്ചിട്ടുണ്ട്, ലീല എന്നത് ഏകോധരണിയിലാണ് ഉപയോഗിച്ചത് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ പലപ്പോഴും ഇത്തരം ചിഹ്നങ്ങളൊന്നും എഴുതുമ്പോൾ കൃത്യമായിട്ടും എഴുതണമെന്നില്ല. പക്ഷേ പരീക്ഷകളിലും അതേപോലെ മറ്റ് കാര്യങ്ങളിലൊക്കെ ചോദിക്കുമ്പോൾ, ചിഹ്നനം എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ വേണ്ടിയിരിക്കുന്നു. പിന്നെ നാടകത്തിലും മറ്റും കവിവാക്യം ഉൾക്കൊള്ളിക്കാനും ഈ വലയം ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് നടൻ അവിടെ പ്രവേശിച്ചിട്ട് എന്ന ബ്രാക്കറ്റിൽ അഥവാ വലയത്തിൽ എഴുതിയിട്ടുണ്ടാവാം, അല്ല ആരായത്. അപ്പോൾ അമ്മ ദുഃഖത്തോടെ ഞാനത് ചെയ്യില്ല. അതിൽ ദുഃഖത്തോടെ എന്നൊക്കെ ഉള്ളത് വലയത്തിലാണ് ചേർത്തിരിക്കുന്നത്, നമ്മൾ സ്വാഭാവികമായിട്ടും കാണാറുണ്ടാവും. ഇനി പ്രകൃതത്തെ സംബന്ധിക്കുന്നതും വാക്യത്തെ ബാധിക്കാത്തതുമായ ഒരു സംഗതി ഓർമ്മിപ്പിക്കുവാനും ഈ വലയ ചിഹ്നം ഉപയോഗിക്കാറുണ്ട്. അതെന്താ നോക്കാം. ജനങ്ങളിൽ വിജ്ഞാനം വളർത്തുക എന്നതിലപ്പുറം എല്ലാ ചിന്തകരുടെയും അഭിപ്രായമാണിത്. അത് വലയത്തിലാണ് ചേർക്കുന്നത്. എന്നിട്ടാണ് മറ്റൊരു കർത്തവ്യം അഭ്യസ്ത വിദ്യർക്കില്ല എന്ന് പറയുന്നത്. സത്യത്തിൽ ഈ വാക്യം ഇങ്ങനെ മാത്രമേ ഉള്ളൂ. ജനങ്ങളിൽ വിജ്ഞാനം വളർത്തുക എന്നതിലപ്പുറം മറ്റൊരു കർത്തവ്യം അഭ്യസ്ത വിദ്യർക്കില്ല. അതിൽ മറ്റേ കാര്യം സ്വന്തം അഭിപ്രായം എന്നുള്ള നിലയിൽ എല്ലാ ചിന്തകരുടെയും അഭിപ്രായമാണിത് എന്നുള്ളത് വലയത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് രേഖ അഥവാ ഡാഷ് എന്ന ചിഹ്നമാണ്. സംക്ഷേപിച്ചത് വിവരിക്കാനും വിവരിച്ചത് സംക്ഷേപിക്കാനും വിചാരത്തിനു മാറ്റം വന്നുവെന്ന് കാണിക്കാനും ഈ ചിഹ്നം ഉപയോഗിക്കുന്നു. ഉദാഹരണം,
എല്ലാം നഷ്ടപ്പെട്ടു. രേഖ ഉപയോഗിച്ചതിന് ശേഷമാണ് ധനം, സുഖം, യശസ്സ് എന്ന് ഓരോന്നും ഈ ചിഹ്നം ഉപയോഗിച്ചതിന് ശേഷമാണ് പറയുന്നത്. അതേപോലെ സന്തോഷ്, സുരേഷ്, രഞ്ജു, ഷീജ എന്നിട്ട് രേഖ ഉപയോഗിക്കുന്നു. എന്നിട്ടാണ് എല്ലാവരും എൻ്റെ ചങ്ങാതിമാർ. കേരളം, തമിഴ്നാട്, കർണാടകം ഇതൊക്കെ ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ്. ഇവിടെ കേരളം എന്ന് കഴിഞ്ഞിട്ട് അങ്കുശം കഴിഞ്ഞതിന് ശേഷമാണ് തമിഴ്നാട്, കർണാടകം എന്നൊക്കെ പറയുന്നത്. ഇനി പാദത്തിലെ ഒന്നോ അതിലധികമോ പദങ്ങൾ വിട്ടിട്ടുണ്ടെന്ന് സൂചിപ്പിക്കാൻ രേഖ ഉപയോഗിക്കാം. ഉദാഹരണം, അതു പിന്നെ. അവിടെ പൂർത്തിയാക്കാതെ നിർത്താൻ വേണ്ടിയിട്ട് അതു പിന്നെ എന്ന് കഴിഞ്ഞിട്ട് ഒരു രേഖ ഇടുന്നുണ്ട്. അതേപോലെ ഞാൻ പറഞ്ഞത്, അത് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിനുടെയും രേഖയാണ് ചിഹ്നമായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി വാക്യങ്ങളുടെ ഇടയിൽ ചില വിശദീകരണങ്ങൾക്കും രേഖ ഉപയോഗിക്കുന്നുണ്ട്. അതിനുള്ള ഉദാഹരണങ്ങൾ നോക്കാം. കിട്ടാവുന്നിടത്തോളം രേഖ കഴിഞ്ഞിട്ടാണ് അതെത്ര ലളിതമായിരുന്നാൽ പോലും. ഒരു രേഖ കഴിഞ്ഞിട്ട് രേഖകൾ ശേഖരിക്കണം. അതേപോലെ മറ്റൊരു ഉദാഹരണം നോക്കാം. ചെയ്യാമെന്നേറ്റ പണികൾ, രേഖ കഴിഞ്ഞിട്ട് എത്ര കഠിനമായിരുന്നാലും പിന്നെയും രേഖ കഴിഞ്ഞിട്ട് ചെയ്തു തീർക്കണം. ഇനി അടുത്തതായിട്ട് പരിചയപ്പെടുന്നത് ശൃംഖലയാണ്. ശൃംഖല എന്ന് പറയുമ്പോൾ ഹൈഫൺ, ഒരു പദം ഒരു വരിയിൽ അവസാനിക്കാതെ അടുത്ത വരിയിൽ മുറിച്ചെഴുതേണ്ടി വരുമ്പോൾ ശൃംഖല ഉപയോഗിക്കും. അതിന് നമ്മൾ കവിതയിലൊക്കെ മിക്കവാറും ഒരുപാട് ഉദാഹരണങ്ങൾ കാണാറുണ്ടാവും. ഒരു ഉദാഹരണം, കാര്യത്തെ ഉളവാക്കുന്നു എന്ന് സാധിക്കുകിൽ പരൻ. കാര്യത്തെ ഉളവാക്കുന്നു ശൃംഖല കഴിഞ്ഞിട്ട് വെന്ന് സാധിക്കുകിൽ പരൻ. അതിൽ ഒരുമിച്ച് വായിക്കുമ്പോൾ ഉളവാക്കുന്നുവെന്ന് എന്ന് വരും. അപ്പോൾ ഗദ്യത്തിലും ഈ രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. സത്യത്തിൽ ഗദ്യത്തിൽ അങ്ങനെ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇംഗ്ലീഷ് ഭാഷയിലാണ് കൂടുതൽ അങ്ങനെ ഉപയോഗിക്കാറുള്ളത്. പക്ഷേ മലയാളത്തിലും നമ്മളത് ഇപ്പോൾ അനുവർത്തിക്കാറുണ്ട് എന്നുള്ളതാണ്. ഇനി വിശ്ലേഷം. വിശ്ലേഷം അപ്പോസ്ട്രഫി. പദങ്ങളിൽ ചില അക്ഷരങ്ങൾ ലോപിച്ചുവെന്ന് കാണിക്കാൻ വിശ്ലേഷം ഉപയോഗിക്കുന്നു. വിട്ട അക്ഷരസ്ഥാനത്തിൻ്റെ മുകളിലാണ് ഈ അടയാളമിടുന്നത്. ഇവിടെ എഴുതിയത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് കോഷ്ടം അഥവാ സ്ക്വയർ ബ്രാക്കറ്റ്. അന്തർവാക്യങ്ങൾക്കകത്ത് അന്തർവാക്യങ്ങൾ കാണിക്കുന്നതിനാണ് കോഷ്ടം ഉപയോഗിക്കുന്നത്. ഉദാഹരണം, ഇന്ത്യൻ പരമോന്നത കോടതിയിൽ, അവിടെ സുപ്രീം കോടതി, എന്നിട്ട് കോഷ്ടം ഉപയോഗിച്ചിട്ട് ന്യൂഡൽഹി. സുപ്രീം കോടതി ന്യൂഡൽഹിയിലാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഈ കോഷ്ടം ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ കോഷ്ടത്തിലാണ് ന്യൂഡൽഹി എന്ന് എഴുതുന്നത്. ഞാൻ ഹർജി സമർപ്പിച്ചു. ഇവിടെ പറയുന്നത് ഇന്ത്യൻ പരമോന്നത കോടതിയിൽ ഞാൻ ഹർജി സമർപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അത് സുപ്രീം കോടതിയാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ആ സുപ്രീം കോടതി തന്നെ ന്യൂഡൽഹിയാണ് എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോഷ്ടം ഉപയോഗിച്ചിട്ട് അഥവാ സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിച്ചിട്ട് ആ ബ്രാക്കറ്റിൽ ന്യൂഡൽഹി എന്ന് എഴുതുന്നത്. ഇനി പ്രശ്ലേഷം. ഇവിടെ അകാരം ലോപിച്ചിരിക്കുന്നുവെന്ന് കാണിക്കുന്നതിനാണ് ഈ പ്രശ്ലേഷം ചേർക്കുന്നത്. സാധാരണ സംസ്കൃത പദങ്ങളിൽ മാത്രമേ ഈ പ്രശ്ലേഷം ചേർക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് ഇംഗ്ലീഷിൽ പ്രത്യേകിച്ച് പേരൊന്നും നമ്മൾ പറയാറില്ല. സ്വപ്നേപി എന്ന് കഴിഞ്ഞിട്ട് അങ്ങനെയുള്ള വാക്കുകളിൽ, അതേപോലെ ധർമ്മേപി എന്നൊക്കെയുള്ള വാക്കുകൾ ഇത് എഴുതിയത് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമാകും. ഇനി മറ്റൊന്ന് പാടിനി എന്നാണ്.
പാടിനി എന്ന് പറയുമ്പോൾ ക്യാരറ്റ്. വിട്ടുപോയ അക്ഷരത്തെയോ പദത്തെയോ സൂചിപ്പിക്കാനാണ് പാടിനി ചേർക്കുന്നത്. ആകാശഗംഗ എന്നൊക്കെ ഇവിടെ എഴുതിയത്, അല്ലെ രാമരാവണ യുദ്ധം എന്നൊക്കെ എഴുതിയതിൽ നിങ്ങൾ ആ എഴുതിയത് നോക്കുക, അവിടെ ഒരു അക്ഷരമൊക്കെ മാറിയത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് പാടിനി ഉപയോഗിച്ചത് ശ്രദ്ധിക്കണം. ഇനി മീതൽ എന്ന ഒരു ചിഹ്നം കൂടിയുണ്ട്. അത് സംവൃതോകാരത്തെയും ശുദ്ധവ്യഞ്ജനത്തെയുമൊക്കെയാണിത് കുറിക്കുന്നത്. നമ്മൾ പലരും പല രീതിയിലാണ് ഈ ചിഹ്നത്തെക്കുറിച്ച് പറയാറുള്ളത്. ചന്ദ്രക്കല അല്ലെങ്കിൽ ഈ തരത്തിലൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. ചന്ദ്രക്കല എന്നൊക്കെയാണ് പലപ്പോഴും പലരും പറയാറുള്ളത്. പക്ഷേ സത്യത്തിൽ സംവൃതോകാരമാണിത്. മീതൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഭാഷയിൽ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾ. അതുകൂടാതെ ദ്വിവലയം, അധികം, ശരചിഹ്നം, ഗുണനചിഹ്നം, സമചിഹ്നം, നക്ഷത്രചിഹ്നം എന്നൊക്കെയുള്ള ചിഹ്നങ്ങളും കൂടെ ഭാഷയിലുണ്ട്. പക്ഷേ വളരെ അപൂർവമായിട്ട് മാത്രമേ ഈ പറഞ്ഞ ചിഹ്നങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ എന്നുള്ളതാണ്. അതിനൊക്കെ ദ്വിവലയം എന്ന് പറയുമ്പോൾ ഡബിൾ ബ്രാക്കറ്റ്, അധികം എന്ന് പറയുമ്പോൾ പ്ലസ്, അതേപോലെ ശരചിഹ്നം ഏറോ മാർക്ക്, ഗുണനചിഹ്നം ഇൻറ്റു മാർക്ക്, സമചിഹ്നം ഈക്വൽ സൈൻ എന്നൊക്കെയാണ് അറിയപ്പെടാറുള്ളത്. പക്ഷേ നമ്മൾ പലപ്പോഴും പരീക്ഷകളിലും മറ്റുമല്ലാതെ ഈ ചിഹ്നങ്ങൾ എല്ലാം എഴുതുമ്പോഴൊന്നും ഉപയോഗിക്കാറില്ല എന്നത് മറ്റൊരു സത്യം കൂടിയാണ്. പ്രിയപ്പെട്ടവരെ, ഇത്തരം പഠന സംബന്ധമായതും അല്ലാത്തതുമായ വീഡിയോകൾ ലഭ്യമാക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക.